പദ പദ സരി കരെ സദ സദ പദരെ കരെ സദ സ. ദൈവമേ, ഇവക്ക് ഇത്ര ലുക്കുണ്ടായിരുന്നോ? നല്ല സ്ട്രക്ചർ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇല്ല, രാവിലെ എങ്ങോട്ടാണോ കുളിച്ചൊരുങ്ങി നിൽക്കുന്നേ പോകാൻ? ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. പറയണം. നീ ഇപ്പൊ എവിടെ പോവുക, എന്ത് ചെയ്യുക എന്നൊക്കെ എന്നോട് പറയണം. കാരണം നിന്റെ ഹസ്ബൻഡ് പോസ്റ്റില് ഇപ്പൊ ഞാനാണുള്ളത്. അത് നീ മറന്നു പോയോ? ഇതെന്തൊരു ശല്യമാ! മനുഷ്യനൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല. അതേടി, ഞാൻ നിനക്ക് ശല്യം തന്നെയാ. ഈ ശല്യം നിനക്ക് അനുഭവിക്കേണ്ടായിരുന്നെങ്കിലേ അന്ന് നീ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറയണമായിരുന്നു. ഇപ്പൊ അതിനെപ്പറ്റി പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. നിങ്ങൾക്കിപ്പോ എന്താ അറിയേണ്ടത്? ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്നല്ലേ? ഞാൻ കോളേജിലോട്ടാ പോകുന്നത്. എന്താ മതിയായോ? ഓ, കോളേജിലോട്ടായിരുന്നോ? ശരി, ഞാനിപ്പോ ഫ്രഷ് ആയി താഴേക്ക് വരാം. നീ വെയിറ്റ് ചെയ്യ്. ഞാൻ എന്തിനു നിങ്ങളെ വെയിറ്റ് ചെയ്യണം? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. വെയിറ്റ് ചെയ്യണം. ഞാൻ വരുന്നത് വരെ നീ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് കോളേജിൽ പോകുന്നത്. ഇപ്പോ നീ എന്റെ ഭാര്യയാണല്ലോ. സ്വാഭാവികമായും നീ ഇവിടുന്ന് താഴേക്ക് ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് കോളേജിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ഇവിടെ ഉള്ള എല്ലാവരും നിന്നോടൊരു 100 ചോദ്യം ചോദിക്കും. ലാസ്റ്റ് എന്റെ ഒപ്പം തന്നെ വരാൻ പറയും. മറ്റത് അവരെ കൊണ്ട് പറയുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഈ നാടകം അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ. ഓ, എന്റെ തലയിൽ ഇങ്ങനെ ഒരു വിധി വന്ന് വീണല്ലോ ഈശ്വര. നിന്റെ തലയിലെ വിധിയോ കാലിലെ വിധിയോ എനിക്ക് അതൊന്നും അറിയില്ല. നിനക്ക് എന്റെ ഒപ്പം വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ നേരത്തെ എത്തിയായിരുന്നോ? അല്ല, സാരംഗും അഞ്ജലിയും വന്നില്ലേ ഇതുവരെ? ഞങ്ങൾ ഇതാ എത്തിയേ ഭക്ഷണം കഴിക്കാൻ. നല്ല വിശപ്പുണ്ട്. പെട്ടെന്ന് ഭക്ഷണം എടുക്കമ്മ. നിനക്ക് ഭക്ഷണം എടുത്ത് തരാനേ നിന്റെ ഭാര്യയുണ്ട്. ഞാനല്ല ഇനി മുതൽ നിനക്ക് ഭക്ഷണം എടുത്ത് തരേണ്ടത്. വടി കൊടുത്ത് അടി മേടിച്ചു അല്ലേ സാരംഗേട്ടാ? മിണ്ടാതിരിക്കടി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇരുന്ന് കിണിച്ചോണം. അല്ല, അച്ചുമോളും സംഗീതമോനും എങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുവാ? ഞങ്ങള് കോളേജിലോട്ട് പോകാൻ നിൽക്കുക രാധമേ. കോളേജ് ക്ലാസ്സസ് ഒക്കെ അച്ഛന് മിസ്സായിട്ടുണ്ട്. മാത്രല്ല എനിക്കും ക്ലാസ് എടുക്കാനുണ്ടല്ലോ. എന്റെ കുറച്ച് ക്ലാസ് ഒക്കെ കോളേജിൽ മിസ്സായിട്ടുണ്ട്. സോ ഫൈനൽ എക്സാം ഒക്കെ വരുമല്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. ഓ, പറയുന്ന കേട്ടതൊന്നും എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന്. എന്തൊരു ശുഷ്കാന്തി എൻ്റെ ക്ലാസ് മിസ്സായതുകൊണ്ട്. അത് ശരിയാ മോൻ പറഞ്ഞത്. എന്നാ പിന്നെ നിങ്ങൾ വൈകിക്കണ്ട, ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. അല്ല അഞ്ചുമോളെ, നീയും സാരംഗും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നില്ലേ ഇന്ന്? ഇല്ലമ്മേ, ഇന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ കരുതിയത. പക്ഷെ സാരംഗേട്ടൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതിയെന്ന്. ഓ, എന്നെ ഒറ്റി കൊടുത്തല്ലേടി തെണ്ടി. ഇനി അമ്മ എന്നെ ഏറിക്കേറ്റും. എനിക്കറിയാം, അവൻ ഇതും പറയും ഇതിന്റെ അപ്പുറവും പറയുമെന്ന്. എന്തായാലും നിങ്ങളുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അല്ല, കുറെ സമയം കൊണ്ട് ഞാൻ അച്ഛമോളെ ശ്രദ്ധിക്കുക. മോളെന്താ ആരോടും ഒന്നും സംസാരിക്കാതിരിക്കുന്നത്? എന്താ, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല അമ്മേ, നിങ്ങളൊക്കെ സംസാരിക്കുമല്ലേ, അത് ഞാനൊന്നും മിണ്ടാതിരിക്കില്ലേ. പിന്നെ കോളേജിൽ പോകാൻ ടൈമായി വരുന്നുണ്ടല്ലോ, പെട്ടെന്ന് പോകണം. ഓ, അതായിരുന്നോ? എന്നാ മോള് പെട്ടെന്ന് കഴിച്ചിട്ട് കോളേജിലേക്ക് പോകാൻ ഇറങ്ങ. ആ അമ്മേ. ഓ, നിങ്ങളൊക്കെ നേരത്തെ വന്നോ? അപ്പോ ഞാനാണോ താമസിച്ചു പോയത്? ഏയ് ഇല്ല കേട്ട്, ഞങ്ങളിപ്പോ എത്തിയതേ ഉള്ളൂ. അല്ല, നീ എന്താ ലേറ്റ് ആയത്? അവൾക്ക് ലേറ്റ് ആകാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. നീ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഇവൾക്ക് ഒരുങ്ങിക്കെട്ടി ഇറങ്ങണമെങ്കിൽ തന്നെ 2 മണിക്കൂർ വേണം. ഈ മോന്തായം മുഴുവൻ പൊട്ടിയടിച്ച് ഇറങ്ങണ്ടേ. നീ എന്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങും. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ തല കയറിയിരുന്ന് ഡാൻസ് കളിക്കണോ?
ഞാൻ ലേറ്റ് ആയത് ബസ് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ടാ. എന്റെ സ്കൂട്ടി പഞ്ചറായി പോയി, അതുകൊണ്ടാ. എന്തെങ്കിലുമൊക്കെ അങ്ങ് ഊഹിച്ച് പറയുവാണ്. എന്റെ അമ്മോ, നിന്റെ തുള്ളിച്ചാട്ടം ഒന്ന് നിർത്ത്. ഞങ്ങള് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നീ ആ കാര്യം ഒന്ന് വിട് എന്റെ പൊന്നു മോളെ. ആ അതൊക്കെ പോട്ടെ, നിങ്ങൾ ആരെങ്കിലും അച്ഛനെ വിളിച്ചായിരുന്നോ? അവിടെ ഒരു അറിവുമില്ലല്ലോ. ഒരാഴ്ച കൊണ്ട് ക്ലാസ്സിലും വരുന്നില്ല. കോൾ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല അവള്. നിങ്ങൾ ആരെങ്കിലും അവളെ വിളിച്ചു നോക്കിയോ? അവള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്തായാലും നമ്മൾ അവളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുവോ? ഞാൻ അവളെ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല. എന്താ റീസൺ എന്നറിയില്ല. സുഖമില്ലാതായിരിക്കുവാണോ, ഇനി വേറെന്തെങ്കിലും വിശേഷമുണ്ടോ, എവിടേക്കെങ്കിലും പോയതാണോ? എനിക്കറിയാൻ പാടില്ല എന്താ സംഭവിച്ചെന്ന്. അപ്പോ അച്ഛന്റെ കാര്യത്തില് നിങ്ങൾക്കും ഇത് തന്നെയാണോ പറയാനുള്ളത്? ഞങ്ങൾ വിചാരിച്ചു അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എന്നാ. ബെസ്റ്റ്. ഇതിപ്പോ അവളെ ഞങ്ങൾ ഒരുപാട് തവണ വിളിച്ചു നോക്കി, ഒരു ഐഡിയ ഇല്ല. 2-3 ദിവസം അവളെ കോളേജിൽ കാണാതെയും വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതെ ഇരുന്നപ്പോൾ ഞാനും ഇവനും ആകെ ടെൻഷനായി. ഞങ്ങൾ രണ്ടുപേരും അവളുടെ വീട്ടിൽ പോയതാ. പക്ഷെ അവിടെ എങ്ങും ആരുമില്ല, വീട് മൊത്തം പൂട്ടിയിട്ടേക്കുവാ. പിന്നെ ആരോട് ചോദിക്കാനാ? ആരോടും ചോദിക്കണ്ട, ദോ വരുന്നുണ്ട് മാഡം. അവളോട് തന്നെ നമുക്ക് ചോദിക്കാം. വരുന്നുണ്ടെന്നോ? എവിടെ? ഓ, ഒരാഴ്ചക്ക് ശേഷം ഇപ്പോഴവള് പൊങ്ങുന്നത്. എവിടെ ആയിരുന്നടി പോത്തെ നീ ഇത്രയും ദിവസം? നീ എന്താ ഇത്ര ദിവസം കോളേജിൽ വരാത്തെ? നിനക്കെന്താ ഞങ്ങളാരും മാറി മാറി ഫോൺ വിളിക്കുന്നത് കണ്ടു കാണാൻ പറ്റുന്നില്ലേ? നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? മനുഷ്യനെ ടെൻഷനാക്കാൻ വേണ്ടി. കഴിഞ്ഞോ നിങ്ങളുടെ ക്രോസ് വിസ്താരം? അത് കഴിഞ്ഞെങ്കിൽ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കും പ്ലീസ്. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു. നിങ്ങളുടെ കോൾസും മെസ്സേജസൊന്നും എനിക്ക് കാണാനേ പറ്റിയില്ല. കാരണം എൻ്റെ കയ്യിലല്ല ഫോൺ ഉണ്ടായിരുന്നത്, അമ്മയുടെ കയ്യിലാണ്. ശരി, ഓക്കേ. ഞങ്ങൾ അറിയാത്ത എന്ത് തിരക്കാ നിനക്കുണ്ടായിരുന്നത്? അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ഞങ്ങളൊന്ന് ഫോൺ വിളിക്കാൻ പാടില്ലായിരുന്നു നിനക്ക്? ഓ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. മനഃപൂർവ്വം അല്ലടാ. ഇവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഗുരുവായൂർക്ക് പോയിരിക്കുമായിരുന്നു. ഒരു വിശേഷം ഉണ്ടായിരുന്നു, അതാ അങ്ങോട്ട് പോവേണ്ടി വന്നത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോ നിങ്ങളെല്ലാവരും ഒരാഴ്ച ഗുരുവായൂർക്ക് പോയിരിക്കുവായിരുന്നല്ലേ? അപ്പോ ഞങ്ങളെ അറിയിക്കാത്ത രഹസ്യങ്ങളൊക്കെ ഇനിയുണ്ട് ബാക്കി. തുമ്മിയാലും തെറിച്ചാലും ഒക്കെ നീ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നതാ. പക്ഷെ ഈ കാര്യം മാത്രം നീ ഞങ്ങളോട് ഷെയർ ആക്കിയിട്ടില്ല. അതെന്താ അങ്ങനെ? ഓ എൻ്റെ അന്ന, അങ്ങനെ അല്ലടാ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക സിറ്റുവേഷൻ ആയിരുന്നു അത്. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളല്ലാതെ വേറെ ആരാ എന്നെ മനസ്സിലാക്കാനിരിക്കുന്നത്? അല്ലേ തന്നെ ഞാൻ വട്ടി പിടിച്ച് നടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളും കൂടെ എന്നെ ഇങ്ങനെ മനസ്സിലാക്കാതെ ഇരിക്കല്ലേ പ്ലീസ്. അതെ, നിന്നെ മനസ്സിലാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കാനാ? നീ ആദ്യം കാര്യം എന്താ സംഭവിച്ചെന്ന് പറയും, എന്നാലല്ലേ ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ ചുമ്മാ അങ്ങ് പ്ലാ പ്ലാ പറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും അവള്. അത് പിന്നെ ഗുരുവായൂർക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നു. അങ്ങനെയാ ഞങ്ങളെല്ലാവരും പോയത്. വളരെ പെട്ടെന്നായിരുന്നു എല്ലാവരും കൂടെ തീരുമാനിച്ചത്. ശരി, ഓക്കേ. അല്ല, എന്ത് നേർച്ചയായിരുന്നു ഗുരുവായൂർക്കുണ്ടായിരുന്നത്? ഇത്രയും അർജന്റ് ആയിട്ട് എന്ത് നേർച്ച നടത്താനാണ് നിങ്ങൾ പോയത്? അത് പിന്നെ ഞാനതിപ്പോ എങ്ങനെ പറയാനാ ഈശ്വര? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിനക്കെന്താ വിക്കുണ്ടോ? ഇവിടുന്ന് പോകുന്നത് വരെ യാതൊരുവിധ കുഴപ്പവും ഞങ്ങൾ ആരും കണ്ടിരുന്നില്ല നിന്നില്. പിന്നെ ഇപ്പൊ എന്താ ഈ തപ്പി തടഞ്ഞ് സംസാരിക്കുന്നെന്നാ മനസ്സിലാകാത്തത്? കാര്യം എന്താന്ന് വെച്ചാ വലിച്ച് റബ്ബർ ബാൻഡ് പോലെ നീട്ടാതെ ഒന്ന് പറഞ്ഞു തീർക്കാൻ നോക്കു നീ. ആ ശരി, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ പറയാം. അന്ന് എൻ്റെ ഫാമിലിയിൽ ഒരു വിവാഹ ഫംഗ്ഷൻ നടക്കുമായിരുന്നു. അതാ പെട്ടെന്ന് ഗുരുവായൂർക്ക് പോകേണ്ടി വന്നത്. ഈ കാര്യം ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? നിന്റെ തപ്പിത്തടഞ്ഞുള്ള സംസാരം കാണുമ്പോ വേറെ എന്തോ സംഭവിച്ചെന്നാ തോന്നുന്നത്. അല്ല, ഏറ്റവും കാര്യം ഞങ്ങളോട് പറയാറില്ല നീ. ഈ കല്യാണത്തിന്റെ കാര്യം മാത്രം എന്താ ഞങ്ങളോട് നേരത്തെ മറച്ചു വെച്ചത്? ഇപ്പൊ ഒരു ഫാമിലി ഫംഗ്ഷൻ നടത്തുന്ന ഒരു കല്യാണമാണെങ്കിൽ തന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ നീ ഉറപ്പായിട്ട് ഞങ്ങളോടത് ഷെയർ ചെയ്യും.
ഇത് ഒന്നുമില്ലാതെ പെട്ടെന്ന് വന്നിട്ട് നീ ഇതുപോലെ പറയുന്നു ഒരാഴ്ച വരാത്തതിന്റെ കാരണം ഫാമിലിയിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കല്യാണം എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കൂ ഇതൊക്കെ? ഇനി പെങ്കൊച്ചെങ്ങാനും ഓടിപ്പോയിട്ട് പിടിച്ചോണ്ട് വന്ന് കേട്ടിച്ചതാണോ? ദേ കാറ്റ്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വളച്ചൊടിച്ച് ഊഹിച്ചുകൊണ്ട് പറയാൻ നിൽക്കണ്ട. അങ്ങനെയൊന്നും അല്ലടാ. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഫാമിലി ഫംഗ്ഷൻ തന്നെയായിരുന്നു അത്. പിന്നെ അത് വേറെ ആരുടെ അല്ല, എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷനായിരുന്നു. വളരെ പെട്ടെന്ന് നടത്തേണ്ട ഒരു വിവാഹം. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മുഴുവനായിട്ട് കേൾക്ക്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാകൂ. നിന്റെ വീട്ടിലെ വിവാഹോ? ഓ, അപ്പോ അഞ്ജലി ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞല്ലേ? നീ എന്താ ഞങ്ങൾ അറിയിക്കാത്തത്? ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞെന്നുള്ളത് സത്യം തന്നെയാ. ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് എല്ലാ കാര്യവും നീ ഞങ്ങളോട് ഷെയർ ചെയ്യുമെന്ന. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് അത് അങ്ങനെയല്ല എന്ന്. എന്നാലും ഞങ്ങൾ നിന്നെ മാറി മാറി ഫോൺ വിളിച്ചപ്പോൾ ഒരു കോളോ മെസ്സേജോ എങ്കിലും ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളെ അറിയിക്കാതെ പല കാര്യങ്ങളും ഇനിയും ഉണ്ടാവും അല്ലേ? എടാ, നിങ്ങൾ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ ഞാൻ പറയുന്നത്. പ്ലീസ് നിങ്ങളൊന്ന് കേൾക്ക്, പറയുന്നതൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നടന്നത്. ചേച്ചിയുടെ വിവാഹം നടന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിൽ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. എന്ത് കുഴപ്പം? അതാ ഞാൻ പറയുന്നത് ഒന്ന് മുഴുവനായിട്ട് കേൾക്കണമെന്ന്. നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല അന്ന് അവിടെ സംഭവിച്ചത്. ഞാൻ ഇവിടുന്ന് വൈകിട്ട് കോളേജ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്ത് എന്നോട് വീട്ടുകാരെല്ലാവരും പറഞ്ഞു ചേച്ചിയുടെ വിവാഹം പെട്ടെന്ന് ഉറപ്പിച്ചു എന്നൊക്കെ. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ എന്നോട് പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലയിൽ ഇടുത്തി വെട്ടിയതുപോലെ ആയിരുന്നു ആ ഒരു കാര്യം കേട്ടപ്പോൾ തോന്നിയത്. പിന്നെ എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് അതിനൊക്കെ ചെയ്യേണ്ടി വന്നു. എന്ത് സിറ്റുവേഷൻ ഉണ്ടായിരുന്നാ നീ പറയുന്നേ? അല്ല, ഇതിലെന്താ പ്രശ്നം? പെട്ടെന്ന് വിവാഹം തീരുമാനിച്ചു, അതിനിപ്പോ എന്താ? മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ വായിൽ വല്ല തുണിയും ഞാൻ തിരികെ കയറ്റും. കുറേ സമയം കൊണ്ട് പറഞ്ഞു ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന്. ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ നീ ഒന്ന് സമ്മതിക്കുമോ? എന്റെ പൊന്നോ, നീ എന്നെ പിടിച്ച് തിന്നാണെന്ന് പറയണ്ട. യു കണ്ടിന്യൂ. ഞാൻ ഇടയ്ക്ക് കയറി ഒന്നും പറയാൻ വരത്തില്ല. നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ കാര്യം അറിയാലോ. എൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഓൾഡസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ തുമ്മിയാലും തെറിച്ചാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം ഓടുന്നത് ജോത്സ്യരുടെ അടുത്തേക്കാണ്. ഇത്തവണയും അതിന് യാതൊരുവിധ മാറ്റം ഉണ്ടായിരുന്നില്ല. അച്ഛനും മഹിയച്ഛനും കൂടെ ചേർന്ന് ജോത്സ്യരുടെ അടുത്ത് പോയി. എന്നിട്ടോ ഞങ്ങളുടെയൊക്കെ ജാതകം അവിടെ കൊടുക്കുകയും ചെയ്തു. ചേച്ചിയുടെയും സാരംഗേടിൻ്റെയും വിവാഹത്തിന് യാതൊരുവിധ തടസ്സം ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ എൻ്റെയും ആ പ്രൊഫസറുടെ ജാതകവും കൂടെ കൊടുത്തു. അവിടെയാണ് എനിക്ക് 8ന്റെ പണി കിട്ടിയത്. എന്ത് പണി കിട്ടിയെന്നാ ഈ പറയുന്നത്? ഇതിലും വലിയ എന്ത് പണിയാണ് എനിക്കിനി കിട്ടാനുള്ളത്? എന്നെ ആ പ്രൊഫസറിനെ പിടിച്ചെങ്കിൽ കെട്ടിച്ചു. അത് തന്നെ പണി കിട്ടിയത്. ഓ, എൻ്റെ പൊന്നു പെണ്ണെ ഒന്ന് ഒച്ച വെക്കല്ലേ, ആരും കേൾക്കല്ലേ. കേട്ട ആ പ്രൊഫസർ എന്നെ തല്ലിക്കൊല്ലും. ഞാൻ പറഞ്ഞത് സത്യമാണ്. അയാളെ എന്നെ പിടിച്ച് കേട്ടിച്ച് വീട്ടുകാർ. ഇപ്പോൾ അയാളെൻ്റെ തലയിലായി. അയ്യോ, എനിക്ക് വയ്യ. അയാളെൻ്റെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിനി എങ്ങനെ അയാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എൻ്റെ സിറ്റുവേഷൻ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. എന്തിന്റെ പേരിലാ ഇങ്ങനെയൊക്കെ വീട്ടുകാരെ ചെയ്തത്? നിനക്ക് ഇഷ്ടമല്ലാന്ന് പറയാൻ പാടില്ലായിരുന്നോ? നീ എന്തിനാ ഈ വിവാഹത്തിനൊക്കെ സമ്മതിക്കാൻ പോയത്? അതെ, കാറ്റ് പറഞ്ഞത് ശരിയാ. നീ എന്തിനാ നിനക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് സമ്മതിക്കാൻ പോയത്? നീ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു ആളല്ലേ. നിനക്ക് പറയാൻ പാടില്ലായിരുന്നു വീട്ടുകാരോട് നിനക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമൊന്നും ഇല്ലാന്ന്. നീ എന്തിനാ വായോടച്ച് വെച്ച് ചുമ്മാ അവര് പറയുന്നതൊക്കെ കേട്ടോണ്ട് നിന്നത്? ഈ വിവാഹം എൻ്റെ ഇഷ്ടപ്രകാരം അല്ല നടന്നെന്നുള്ളത് സത്യം തന്നെയാ. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാരൻസ് പറഞ്ഞാൽ ഉടനെ തന്നെ ചാടിക്കേറി വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന്? ഞാൻ ഒരുപാട് എതിർത്ത് നോക്കിയത് തന്നെയാണ്. പക്ഷെ നോ യൂസ്. ആരും അതിനനുവദിച്ചില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച് കെട്ടിച്ചതാ അയാൾ എന്നെയും. ഈ ഒരു കാര്യത്തിൽ പ്രൊഫസറിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല. അയാളുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് തന്നെയാണ് അയാളും എന്നെ കല്യാണം കഴിച്ചത്. അല്ലാതെ ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരല്ല. ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല.
സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ല, ഇനി അനുഭവിക്ക്. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? അതെ, സംഭവാമി യുഗേ യുഗേ, അങ്ങനെ കരുത്. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അയ്യോ, ദേവിന്റെ ഹസ്ബൻഡ് വരുന്നു. നോ റൈസ്. നമ്മളെങ്ങാനും ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് ക്ലാസ് കയറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി ഇത് മതി നമ്മളൊക്കെ പിടിച്ച് ഏറെ കയറ്റാൻ. അല്ലേ തന്നെ അയാൾക്ക് നമ്മളെ തീരെ പിടിക്കാത്തതാ. സോറി, ഇപ്പോ അയാളെ നിന്ന് വിളിക്കാൻ പാടില്ലല്ലോ അല്ലേ? നിന്റെ ഹസ്ബൻഡ് അല്ലേ? ഞാനത് മറന്നുപോയി. സാറ് നമ്മളെ വഴക്ക് പറയും. നമുക്ക് ക്ലാസ്സിൽ പോവാം. ദേ ക്യാറ്റ്, ചുമ്മാ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത് കേട്ടോ. അല്ലേ തന്നെ മനുഷ്യനവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. അയാൾ എനിക്ക് കാണുന്ന പോലും ഇഷ്ടമല്ല. എന്നെ അയാൾ വെറുതെ ടോർച്ചർ ചെയ്യുവാടാ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി വല്ലതൊക്കെ അയാളുടെ വായിന്ന് കേൾക്കേണ്ടി വരും. ശരി, വാ പോകാം. എന്നെ കണ്ടതും എല്ലാം കൂടെ എങ്ങോട്ട് പോവാ? ഏയ്, സാറിനെ കണ്ടതുകൊണ്ട് ഞങ്ങൾ പോയതല്ല സാർ. ഞങ്ങള് ക്ലാസ്സിൽ കയറാൻ പോയതായിരുന്നു. ശരി, അർച്ചന അവിടെ നിന്ന് നിൽക്ക്. ബാക്കി നിങ്ങളെല്ലാവരും ക്ലാസ്സിലേക്ക് പോക്കോ. എനിക്ക് അർച്ചനയോട് മാത്രമായിട്ട് സംസാരിക്കാനുണ്ട്. ഓക്കെ സാർ, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോകാം. നിന്റെ ഹസ്ബൻഡിന് നിന്നോട് മാത്രമായിട്ട് സംസാരിക്കാനുള്ളത്. ദേ ക്യാറ്റ്, എൻ്റെ വായി നിന്ന് കേൾക്കണമെങ്കിൽ മര്യാദയ്ക്ക് പൊക്കോ. അയ്യോ, എന്നെ വെറുതെ വിട്ടേക്ക്, ഞങ്ങൾ അങ്ങോട്ട് പോവാം. എന്ത് വേണം? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്? ഞാനെന്തിനാ വിളിപ്പിച്ചെന്ന് നിനക്കറിയില്ല അല്ലേ? നീ നമ്മുടെ ഇടയിലുള്ള കരാറെല്ലാം നിന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞായിരുന്നോ? ആ, പറഞ്ഞായിരുന്നു. അതിനിപ്പോ എന്താണാവോ? നിന്നോട് ഇതൊന്നും ഇവിടെ വന്ന് വിളമ്പരുത് എന്ന് തന്നെയല്ലേ അമ്മയൊക്കെ പറഞ്ഞത്? പിന്നെ നീ എന്തിനാ ഇതൊക്കെ ഇവരോട് പറയാൻ പോയത്? അവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞാൻ അവരോടെല്ലാം ഷെയർ ആക്കി. അതിലെന്താ തെറ്റിരിക്കുന്നത്? എനിക്ക് യാതൊരു വിധ തെറ്റും അതിൽ തോന്നില്ല. പിന്നെ നിങ്ങളെപ്പോലെയല്ല അവരോട് ഇതൊക്കെ പറഞ്ഞ് അവർ ഇതൊന്നും ആരോടും പോയി പറയില്ല. ആ വിശ്വാസം ഉറപ്പും എനിക്കുള്ളത് കൊണ്ടാണ് ഞാനത് അവരോട് ഷെയർ ആക്കിയത്. അല്ലാതെ നിങ്ങളെപ്പോലെ മൃഗത്തെ പോലെ സംസാരിക്കുന്നവരല്ല അവരാരും. പറയാതിരുന്ന അവർക്കും നിനക്കും കൊള്ളാം. ഇല്ലെങ്കിൽ നീയൊക്കെ വിവരം അറിയും. ഓ, വിവരം അറിഞ്ഞെടുത്തോളം മതി. ഇനി കൂടുതൽ അറിയണമെന്നില്ല. തർക്കുത്തരത്തിന് മാത്രം ഒരു കുറവുമില്ല. ഓ, എന്റെ തലയിൽ തന്നെയാണല്ലോ ഈശ്വര നീ ഇത് വന്ന് വീണത്. അയ്യടാ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. എന്റെ തലയിലോട്ടാ വന്ന് വീണത്. അല്ലെങ്കിലും വരാനുള്ളതൊന്നും വഴി തങ്ങില്ലെന്നാണല്ലോ. അതെ, ഇത് കോളേജാണ്. സോ കീപ് യുവർ മാനേഴ്സ്. അയ്യോ, ഇത് കോളേജായിരുന്നോ? ഞാൻ വിചാരിച്ചു ഇത് അംഗനവാടിയാണെന്ന്. നിന്നോട് സംസാരിച്ചിരുന്ന എനിക്ക് പ്രാന്താവും. ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറാൻ നോക്ക്, അല്ലെങ്കിൽ നിന്നെ ക്ലാസ്സിലെ പുറത്ത് നിൽക്കേണ്ടി വരും. ഓൾറെഡി നിങ്ങൾക്ക് പ്രാന്തുണ്ടല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് ചാടും. അല്ലാതെ എന്നോട് സംസാരിച്ചത് കൊണ്ടല്ല നിങ്ങൾക്ക് പ്രാന്തിളകിയത്. പിന്നെ ഇത് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കഴിയേണ്ട സമയമായി. ഇതുവരെയും ആരും ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇളകുന്നത്. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കണമെന്ന് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. വീട്ടിലുള്ള ശല്യം പോയിട്ട് കോളേജിലും ഈ ശല്യം ഞാൻ തന്നെ സഹിക്കണമല്ലോ. കിടന്നലറണ്ട, എനിക്ക് നന്നായിട്ട് ചെവി കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയല്ലേ നിൽക്കുന്നത്. പിന്നെ ഇത് കോളേജാണെന്നുള്ള ഓർമ്മ വേണം. അത് മറന്നിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നോട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഞാൻ തിരിച്ച്. അവസാനം പ്രൊഫസറിനെ നാണം കെടുത്തിന്നൊന്നും എന്നോട് പറയരുത്. ഓക്കെ, ശരി, ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നില്ല. നീ ക്ലാസ് കയറും. നമ്മളെ ഇവിടെ അധികം നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മളെ തന്നെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ആ, ഓക്കെ, ഞാൻ ക്ലാസ്സിലോട്ട് പോവാം. എന്തിനാണ് ഈ പ്രൊഫസർ നിന്നെ സംസാരിക്കാനായിട്ട് വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ലടാ. ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പ്രത്യേകിച്ച് പറയാനാ? നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങളോടെല്ലാം ഷെയർ ചെയ്തെന്നും നിങ്ങളിതൊന്നും ആരടുത്തും പറയില്ല എന്നും പറഞ്ഞു. പിന്നെ ഇതൊന്നും ആരും അറിയാൻ പാടില്ല എന്ന് അങ്ങേർക്ക് നിർബന്ധമുണ്ട്. പിന്നെ നിങ്ങളായിട്ടൊന്നും പറയില്ലെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ആ പ്രോമിസ് തെറ്റിക്കാനുള്ള ഇട നിങ്ങളായിട്ട് ഉണ്ടാക്കല്ലേ.
ആരോടും പോയി പറഞ്ഞേക്കല്ലേ പ്ലീസ്. എന്തായാലും ഞങ്ങളായിട്ട് ഇത് ആരോടും പറയില്ല. പക്ഷേ ഒരു ദിവസം ഇത് ആരും അറിയില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ഏയ് ഇല്ല, ഒരു ദിവസം തീർച്ചയായും എല്ലാവരും ഇതൊക്കെ അറിയും. അറിയുന്നത് വരെ തൽക്കാലം ഈ നാടകം ഇങ്ങനെ തന്നെ തുടർന്നു പോകട്ടെ. ഇത് എത്രത്തോളം പോകുമെന്ന് എനിക്കും അറിയില്ല. ജീവിതത്തിൽ പലരും പല വേഷങ്ങളും കെട്ടാറില്ലേ, അതുപോലെ ഞാനും ഇപ്പോൾ ഒരു വേഷം കെട്ടിയിരിക്കുക, ഭാര്യ എന്നുള്ള വേഷം. അച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പക്ഷേ നീ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിന്നോട് ആ കാര്യം ചോദിക്കുള്ളൂ. എന്തോ ഉടായിപ്പ് ചോദ്യമാണെന്ന് മനസ്സിലായി. ഞാൻ നിന്നൊന്നും പറയില്ല, നീ പറയന്നാ. അത് പിന്നെ നിനക്ക് അയാളെ സ്നേഹിച്ചൂടെ? അയാളെ സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു ദാമ്പത്തിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെടാ? അന്ന പറഞ്ഞത് ശരിയാ. നിനക്ക് ആ പ്രൊഫസറിനെ സ്നേഹിച്ചൂടെ? അയാളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പോരാത്തതിന് നല്ല ജോലിയുണ്ട്, പിന്നെ ആ മോരടൻ സ്വഭാവം. അതൊക്കെ നിന്റെ സ്നേഹമൊക്കെ കിട്ടിക്കഴിയുമ്പോ പതിയെ നിനക്ക് തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ സഫർ ചെയ്ത് എത്ര കാലം എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ ജീവിതം തള്ളി നിൽക്കും? ജീവിതകാലം മുഴുവനും നീ അയാൾക്കൊപ്പമാണ് ജീവിക്കേണ്ടതെന്നുള്ള ഓർമ്മ വേണം. ഇങ്ങനെ നിങ്ങൾ അങ്ങറ്റവും ഇങ്ങറ്റവും എത്താത്ത രീതി ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നിങ്ങളുടെ പാരന്റ്സിന് നിങ്ങളോർത്ത് വിഷമിക്കാനേ ഉണ്ടാവുള്ളൂ നേരം. ഇതൊന്നും എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലടാ. നിങ്ങൾ വേറെ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ കേൾക്കുമായിരുന്നു. പക്ഷേ ഈ കാര്യം അതെന്നെ കൊണ്ട് പറ്റില്ല. അയാളോട്ടൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മാത്രമല്ല അയാളും അതിന് തയ്യാറല്ല. ഞാൻ മാത്രം തയ്യാറായിട്ട് കാര്യമില്ല. അയാൾക്കും കൂടെ ഒരു ചെറിയ രീതിയിലൊരു ഇഷ്ടമെങ്കിലും തോന്നണം. എങ്കിൽ മാത്രമേ ലൈഫ് ഒന്ന് നന്നാക്കാൻ പറ്റൂ. നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അച്ചു, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ലൈഫാണ്. ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊന്നും നിന്നോട് പറയാനില്ല. ബിക്കോസ് ഞങ്ങൾ ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഒരിക്കലും നിന്റെ ലൈഫ് നശിച്ചു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഇത് പറയുന്നത്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതെ, അവൾ പറയുന്നത് പോലെ നീ ഒന്ന് ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു നോക്കച്ചു. ചിലപ്പോ അതുകൊണ്ട് നിനക്ക് കിട്ടുന്നത് ഒരു നല്ല ലൈഫായിരിക്കും. നീ ഒന്ന് ട്രൈ ചെയ്യേ. എടാ, ഇതൊന്നും ശരിയാകില്ല. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നീ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഫസ്റ്റ് നീ ആദ്യം ഇപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യ്. അതിനുശേഷം പതിയെ പതിയെ അയാളുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കേ. അയാളെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കേ. അയാളുടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ നിനക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്വാഭാവികമായിട്ട് നീ അയാളെ മനസ്സിലാക്കുമ്പോ ഓട്ടോമാറ്റിക്കലി നിന്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടാകും, ഉറപ്പാണ്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? വെറുതെ സമയം മെനക്കെടുത്താൻ വേണ്ടി? ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാ. എല്ലാ ലൈഫിലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. നീ ആദ്യം ഞങ്ങൾ പറയുന്ന പോലെ കേൾക്ക്. നീ നിന്റെ മനസ്സിനെ ആദ്യം പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കേ. അപ്പൊ സ്വാഭാവികമായിട്ടും നിന്റെ മനസ്സിലെ ഈ മോശം ചിന്തകളൊക്കെ മാറും. നിന്റെ ലൈഫ് സെറ്റ് ആകും, ഉറപ്പാ. ഇനി നിങ്ങളുടെ വാക്കുകൂടെ ഞാൻ കേട്ടില്ലെന്ന് വേണ്ട, അതും കൂടെ കേട്ടേക്കാം. പിന്നെ നിങ്ങളുടെ ഉറപ്പ് എനിക്ക് തീരെ വിശ്വാസമില്ല. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളായിട്ട് പറയുന്ന കാര്യം ഞാൻ കേട്ടില്ലെന്ന് വേണ്ട. ലൈഫ് ഞങ്ങളുടേതല്ല, നിന്റേതാ. ആദ്യം നിനക്കാണ് ഒരു ആത്മവിശ്വാസം ഉണ്ടാകേണ്ടത്, അല്ലാതെ ഞങ്ങൾക്കല്ല. ആദ്യം നീ ആ ആത്മവിശ്വാസം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേ. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ ചിന്തിക്കുന്നത്. ഓ ആയിക്കോട്ടെ, ഞാനായിട്ട് നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. എല്ലാം ശരിയായാൽ മതിയായിരുന്നു. എല്ലാം ശരിയാകും അച്ചു. നീ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വെറുതെ നീ ഡെസ്പാവാൻ നിൽക്കണ്ട. അതെ അതെ, എല്ലാം ശരിയാകും. എല്ലാം ശരിയാക്കാനായി യൂസ് ചെയ്യൂ സൈക്കിൾ അഗർബത്തീസ്. സൈക്കിൾ അഗർബത്തീസോ? അതെന്താ? നിനക്കത് മനസ്സിലായില്ലേ എന്താന്ന്? അതൊരു ചന്ദനത്തിരിയുടെ പരസ്യോ? ഓ, ഇവളെ ഇന്ന് ഞാൻ... അയ്യോ, ഇങ്ങനെ ദഹിപ്പിച്ച് നോക്കല്ലേ. അയ്യോ, സാറ് വരുന്നുണ്ട്.
അവന്മാർ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ചിലപ്പോൾ എനിക്കയാൾ ഇഷ്ടമായാലോ? ഇവർ പറഞ്ഞ പോലെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ആ കണ്ണുകൾ, ഓ ഞാൻ എന്തൊക്കെയാ ചിന്തിച്ച് കൂട്ടുന്നേ. ഇവളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ? ഇനിയിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഇല്ലല്ലോ, പിന്നെന്താ?